ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകി വരുന്നുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്ക്, അത് കഴിഞ്ഞ് 12 മണിക്ക്, ദെൻ 3 മണിക്ക്, രാത്രി 8 മണിക്ക്, പിന്നെ 10:30. ഇങ്ങനെയാണ് നമ്മൾ 6 ക്ലാസ്സുകൾ നൽകുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 4 ക്ലാസ് കാലത്തുള്ള 6 മണിക്കും 9 മണിക്കുമുള്ള ക്ലാസ് ഇപ്പോൾ GK പോർഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. 12 മണിക്കും 3 മണിക്കും ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണോ അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് 2021 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വിത്ത് എക്സ്പ്ലനേഷൻ. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കോഡിലൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. കൂടാതെ നമ്മൾ വീക്ക്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ, അതുപോലെ മന്ത്ലി എക്സാം ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ കണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ക്ലാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സമയത്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ടെലഗ്രാമിൽ വരും. അതിനനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓൾമോസ്റ്റ് നമ്മളൊരു 16 സംസ്ഥാനങ്ങളോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15-16 സംസ്ഥാനങ്ങളോളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടുത്ത ഒരു 4 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ വഴിയേ പറയും. അപ്പോൾ 4 സംസ്ഥാനങ്ങൾ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിച്ചിട്ട് റിവിഷന് നിങ്ങൾ ആ നോട്ട്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. വീണ്ടും വീണ്ടും ക്ലാസ് കണ്ട് റിവിഷൻ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. സോ നോട്ട് ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാനായിട്ട്. ഓക്കെ അല്ലേ. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാം. മിസോറാം ആണ്. മിസോറാം സംസ്ഥാനം രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1987 ഫെബ്രുവരി 20. 1987 ഫെബ്രുവരി 20 മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമാവുന്നത്. തലസ്ഥാനം ഐസ്വാൾ ആണ്. ഐസ്വാൾ ആണ് മിസോറാം സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് 1 മിസോ, 2 ഇംഗ്ലീഷ്. മിസോയും ഇംഗ്ലീഷും ആണ് മിസോറാമിന്റെ പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ എന്തൊക്കെയാണ്? ചിരാവ്, ഖുല്ലം എന്നിവയാണ് മിസോറാമിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ള സംസ്ഥാനം മിസോറാമാണ്. 91% ആണ് ഉള്ളത്. ഓക്കെ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്, 91%. ദെൻ സാക്ഷരതയിൽ എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. സാക്ഷരതയിൽ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് മിസോറാം. 91.3% ആണ് സാക്ഷരത. 91.3% സാക്ഷരതയോട് കൂടിയിട്ട് സാക്ഷരതയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് മിസോറാം നിൽക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സർച്ചിപ്പാണ്. സർച്ചിപ്പ് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാമിലെ സർച്ചിപ്പാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാം ആണ്. സാക്ഷരതയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സർച്ചിപ്പാണ്. മിസോറാമിലെ സർച്ചിപ്പ്. റോമൻ ലിപി ഉപയോഗിക്കാവുന്ന മിസോറാമിലെ ഭാഷയാണ് മീസോ എന്ന് പറയുന്നത്. മീസോ എന്ന് പറയുന്ന ഭാഷയ്ക്ക് റോമൻ ലിപിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷ ഏതാണ്? മീസോ.
ഈ മിസോറാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. ഓക്കെ, കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട്, കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട്. നിങ്ങൾക്ക് ചിത്രം കാണാവോ? മിസോറാമിന്റെ ചിത്രം കണ്ടോ? കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നുള്ളതാണ്. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലെ. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നുള്ളതാണ് മിസോറാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ബ്ലൂ മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. ബ്ലൂ മൗണ്ടെയ്ൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. വാൻടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. മിസോറാമിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ടാംഡിൽ തടാകം, അതുപോലെ പാലക് തടാകം. ടാംഡിൽ തടാകം, പാലക് തടാകം എന്നീ തടാകങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ്. മിസോറാമിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് പാലക് തടാകമാണ്. ഓക്കെ, ഇനി മിസോറാമിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് മിസോ നാഷണൽ ഫ്രണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിസോ നാഷണൽ ഫ്രണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ട് ആണ് മിസോറാമിലെ പ്രധാനപ്പെട്ട സംഘടന എന്ന് പറയുന്നത്. കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമാണ്. മിസോറാമിലെ പ്രസിദ്ധമായിട്ടുള്ള സ്കൂളാണ് ഏത്? കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ. കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ എന്ന് പറയുന്ന സ്കൂൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മിസോറാമിലാണ്. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. അതുപോലെ വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിസോറാമിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പശ്ചിമ ബംഗാളിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കാം. പശ്ചിമ ബംഗാൾ രൂപീകൃതമാവുന്നത് എപ്പോഴാണ്? 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് പശ്ചിമ ബംഗാൾ രൂപീകൃതമാവുന്നത്. തലസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. രൂപീകൃതമാവുന്നത് 1956 നവംബർ 1. കൊൽക്കത്തയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? ബംഗാളി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് എന്താണ്? കാളിപൂജയാണ് പ്രധാനപ്പെട്ട ആഘോഷം. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ജാത്ര, അതുപോലെ കാഥി. പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ജാത്ര, കാഥി. പ്രധാനപ്പെട്ട നദികളാണ് ഗംഗ, ദാമോദർ, ഭഗീരഥി, ഹൂഗ്ലി എന്നിവ. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ഗംഗ, ദാമോദർ, ഭഗീരഥി, ഹൂഗ്ലി എന്നിവയാണ് പ്രധാനപ്പെട്ട പശ്ചിമ ബംഗാളിന്റെ നദികൾ. പശ്ചിമ ബംഗാളിന്റെ പുതിയ പേര് എന്താണ്? പുതിയ പേര് പറയുന്നതിന് മുന്നേ പഴയ പേരുകൾ പറയാം. പശ്ചിമ ബംഗാൾ അറിയപ്പെട്ടിരുന്ന പേരാണ് വംഗദേശം, ഗൗഡദേശം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളാണ്. വംഗദേശം, ഗൗഡദേശം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിന്റെ പുതിയ പേരെന്താണ്? വെറും ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറി? ബംഗാൾ എന്നായിട്ട് മാറി. ബംഗാളിന് ആ പേര് ലഭിക്കാൻ കാരണമായ സാമ്രാജ്യമാണ് ഏത്? വംഗ സാമ്രാജ്യമാണ് പശ്ചിമ ബംഗാളിന് ആ പേര് ലഭിക്കാനായിട്ട് കാരണമായിട്ടുള്ള സാമ്രാജ്യം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ.
കൂടാതെ അരി, ചണം എന്നിവയുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അരി, ചണം തുടങ്ങിയവയുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. അതുപോലെ ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1028 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച ആദ്യ സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. 1757 പ്ലാസി യുദ്ധം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. 1757 പ്ലാസി യുദ്ധം നടന്ന പ്ലാസി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അരി, ചണം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച ആദ്യ സ്ഥലം പശ്ചിമ ബംഗാളാണ്. 1757 ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്ന പ്ലാസി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഇനി പശ്ചിമ ബംഗാളിലെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്നതാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ്. എന്താണ് അറിയപ്പെടുന്നത്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്ന പേരാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഓക്കെ, പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. സന്തോഷത്തിന്റെ നഗരം, കൊൽക്കത്ത അറിയപ്പെടുന്ന ഒരു വിശേഷണമാണ് സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നതും കൊൽക്കത്തയാണ്. സന്തോഷത്തിന്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. 2013 100ാമത്തെ ശാസ്ത്ര കോൺഗ്രസ്, അതിനു മുന്നേ നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ടത് 1914 ആദ്യ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് കൊൽക്കത്തയിലാണ്. ആദ്യ ശാസ്ത്ര കോൺഗ്രസ് കേട്ടോ, 1914 ആദ്യ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. 2013 100ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായതും കൊൽക്കത്ത തന്നെയാണ്. 100ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകർ ഉള്ള നഗരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകർ ഉള്ള നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. അംബാസിഡർ കാർ നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കൊൽക്കത്ത. അംബാസിഡർ കാർ നിർമ്മാണത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഏതാണ്? കൊൽക്കത്തയാണ്. ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. ഡൽഹിക്ക് മുമ്പ് കേട്ടോ, ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് മാറ്റിയത് 1911 ഓക്കെ, ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 അങ്ങനെ മാറ്റിയ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് ആണ്. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലോട്ട് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റിയത്. ഓക്കെ, അതുപോലെ ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ എന്നിവയുടെ രൂപീകരണത്തിന് വേദിയായ സ്ഥലം കൂടിയാണ് കൊൽക്കത്ത. ഏതൊക്കെയാണ്? ആത്മീയ സഭ, അതുപോലെ തന്നെ ബ്രഹ്മസമാജം
ബ്രഹ്മ സമാജം, ബ്രഹ്മസമാജം. തത്വബോധിനി സഭ, തത്വബോധിനി സഭ, ഇതെല്ലാം സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ എന്നിവയുടെ രൂപീകരണത്തിന് വേദിയായ സ്ഥലമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ആത്മസമാജവും ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഹിന്ദു കോളേജ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇനി തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഈ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്ന ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ് ജൂലൈ 1. ആ ജൂലൈ 1 എന്താണ് പ്രത്യേകത? ഡോക്ടേഴ്സ് ദിനമാണ് അല്ലേ? ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1 ഈ ജൂലൈ 1 എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ്. ബിധൻ ചന്ദ്ര റോയിയുടെ ജന്മദിനമാണ് ജൂലൈ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആസ്ഥാനങ്ങൾ പഠിക്കാനുണ്ട്. കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, നോക്കുക. ഓക്കെ, അപ്പോൾ കൊൽക്കത്ത ആസ്ഥാനമായിട്ട് വരുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, പറയാൻ പോകുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായിട്ട് വരുന്ന സ്ഥാപനങ്ങളാണ് പറയുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് കേട്ടോ. ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അതുപോലെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അതും കൊൽക്കത്തയാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ദെൻ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. ദെൻ 5-ാമത്തേത് നാഷണൽ ലൈബ്രറിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. നാഷണൽ ലൈബ്രറിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ദെൻ അടുത്തത് 7-ാമതായിട്ട് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ ആസ്ഥാനം കൊൽക്കത്തയാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. ദെൻ രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഏതൊക്കെയാ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിന്റെ ആസ്ഥാനം കൊൽക്കത്ത. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
10ാമത്തേതായിട്ട് എഴുതി വെച്ചേക്കുക. ഏതാണ്? സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത, ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത, നാഷണൽ ലൈബ്രറി, സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ, രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇത്രയും ആസ്ഥാനം എവിടെയാണ് വരുന്നത്? കൊൽക്കത്തയാണ് വരുന്നത്. ഓക്കെ, കൊൽക്കത്ത. ഇനി അടുത്ത 1-2 കൂടെ പഠിച്ചിരിക്കണേ. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ജാദവ്പൂർ ആണ്. ഓക്കെ, ജാദവ്പൂർ. ഏതാണ്? സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജാദവ്പൂർ ആണ്. ജാദവ്പൂർ. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ജാദവ്പൂർ ആണ്. അതുപോലെ സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ദുർഗാപൂർ ആണ്. ദുർഗാപൂർ. സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ദുർഗാപൂർ ആണ്. ദുർഗാപൂർ. നെക്സ്റ്റ് ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടെ പഠിക്കാനുണ്ട്. നോക്കുക, കുറച്ചധികം കാര്യങ്ങൾ പശ്ചിമ ബംഗാളിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. വെള്ള ഓർക്കിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന ബംഗാളിലെ ഹിൽ സ്റ്റേഷൻ ആണ് കുർസിയാങ്. കുർസിയാങ് എന്ന് പറയുന്നത് വെള്ള ഓർക്കിഡുകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. വെള്ള ഓർക്കിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന ബംഗാളിലെ ഹിൽ സ്റ്റേഷൻ ഏതാണ്? കുർസിയാങ് ആണ്. കുർസിയാങ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ മിൽ സ്ഥാപിതമായ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ മിൽ സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. വിവാഹത്തിന് മുൻപ് രക്തപരിശോധന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. വിവാഹത്തിന് മുൻപ് രക്തപരിശോധന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? നാഷണൽ ലൈബ്രറി നമ്മൾ പറഞ്ഞു കൊൽക്കത്തയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിട്ടുള്ള നാഷണൽ ലൈബ്രറി കൊൽക്കത്തയിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം അല്ലെങ്കിൽ ഡംഡം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓക്കെ, കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ ഡംഡം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിച്ചത് പശ്ചിമ ബംഗാളിലെ മാൾഡയിലാണ്. മാൾഡ കേട്ടോ. അപ്പോൾ മാൾഡ എന്ന് പറയുന്ന സ്ഥലത്താണ്, പശ്ചിമ ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി വിതരണം നടപ്പിലാക്കിയ സ്ഥലമാണ് ഡാർജിലിംഗ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുതി വിതരണം നടപ്പിലാക്കിയ സ്ഥലം ഏതാണ്? ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ്. ഓക്കെ, ഇനി ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ്. കുക്കി സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്ന സംസ്ഥാനം ഏതായിരുന്നു? മണിപ്പൂരാണ്. അതവിടെ പറയാൻ വിട്ടുപോയതാണ്. കുക്കി എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്ന സംസ്ഥാനം മണിപ്പൂർ. ബോഡോലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ.
കുഗി എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നതും, ബോഡോ ലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യമായിട്ട് ഉയരുന്ന സംസ്ഥാനം ഏതാണ്? ആസാം ആണ്. ആസാം. ഇവിടെ ഏതാണ്? ഗൂർഖാലാൻഡ് കേട്ടോ. പശ്ചിമ ബംഗാളിൽ എന്ത് പ്രശ്നമാണ് നടക്കുന്നത്? ഗൂർഖാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ. ഇനി കൽക്കട്ട നഗരത്തിന്റെ ശില്പി ആരാണ്? കൽക്കട്ട നഗരത്തിന്റെ ശില്പി ജോബ് ചാർണോക്ക് ആണ്. ജോബ് ചാർണോക്ക് ആണ് കൽക്കട്ട നഗരത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, 1863 ജനുവരി 12 കൽക്കട്ടയിൽ ജനിച്ച ആത്മീയ ആചാര്യനാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. ജനിച്ചത് എപ്പോഴാണ്? 1863 ജനുവരി 12 അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 എന്തായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിൽ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയിൽ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അല്ലെങ്കിൽ സ്ഥാപിച്ചത് എന്താണ്? രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. വർഷം 1897 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂരാണ് കേട്ടോ. ബേലൂർ. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂരാണ്, പശ്ചിമ ബംഗാളാണ്. ഓക്കെ. ഇനി സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്. ഓക്കെ. അപ്പൊ വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. സംസ്കൃതി എക്സ്പ്രസ് ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാ? രവീന്ദ്രനാഥ ടാഗോർ. വിവേക് എക്സ്പ്രസ് ആ പേര് പോലെ തന്നെ വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ് കേട്ടോ. ഈസ്റ്റേൺ റെയിൽവേ, അതുപോലെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഈസ്റ്റേൺ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ട്രാം സർവീസ് നടത്തുന്ന പട്ടണം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ട്രാം സർവീസ് നടത്തുന്ന പട്ടണം ഏതാണ്? അത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും അധികം കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനം INC സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുള്ള നഗരമാണ് കൊൽക്കത്ത. ഓക്കെ. അപ്പോൾ കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾ നടന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും അധികം കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുള്ള നഗരമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് 1886. രണ്ടാമത്തെ സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് 1886 നടക്കുന്നത്. പിന്നെ വരുന്നത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1901 കോൺഗ്രസ് സമ്മേളനം, കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. അടുത്തത് വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കൊൽക്കത്ത സമ്മേളനമാണ്. 1896 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത്. അടുത്തത് ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ ഈ കൊൽക്കത്ത സമ്മേളനത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്.
INCയുടെ രണ്ടാമത് സമ്മേളനം നടന്നത് 1886 കൊൽക്കത്ത സമ്മേളനത്തിൽ. ഗാന്ധിജിയുടെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ. വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ. ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനം ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ INCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊൽക്കത്തയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കണം. ഇനി ഏത് നദിയുടെ തീരത്താണ് ഈ കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഈ ഹൂഗ്ലി നദി ഉണ്ടല്ലോ, ഈ ഹൂഗ്ലി നദിയെ പശ്ചാത്തലമാക്കിയിട്ട് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൂഗ്ലി. എന്താണ്? ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൂഗ്ലി. ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൂഗ്ലി എന്ന് പറയുന്നത് ആരെഴുതിയതാണ്? റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ പുസ്തകമാണ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ തീരങ്ങളിൽ. ഹൂഗ്ലി നദിയെ പശ്ചാത്തലമാക്കിയിട്ട് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഹൂഗ്ലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് രവീന്ദ്ര സേതു. ഓക്കെ, ഹൂഗ്ലി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് രവീന്ദ്ര സേതു അഥവാ രവീന്ദ്ര സേതു അഥവാ ഹൗറ പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള പാലമാണ് ഹൗറ. ഓക്കെ, ഹൗറ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള പാലമാണെന്നുള്ളത് ഓർത്തിരിക്കുക. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം എന്ന് പറയുന്നത് എന്താണ്? കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാല ഏതാണ്? ഗാർഡൻ റീച്ച് ആണ് കേട്ടോ. ഗാർഡൻ റീച്ച് ആണ് പശ്ചിമ ബംഗാളിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാല. പശ്ചിമ ബംഗാളിൽ ഗംഗയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഫറാക്ക ആണ് ഗംഗയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. പശ്ചിമ ബംഗാളിൽ ഗംഗയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഫറാക്ക എന്ന് പറയുന്നത്. ഇനി ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ ആണ് കേട്ടോ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. നമ്മൾ നേരത്തെ പഠിച്ചു ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണെന്ന് പഠിച്ചു. അതുപോലെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ് കേട്ടോ. ഇനി ഒഡീഷയുടെ ദുഃഖം നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ കൺഫ്യൂസ് ആകരുത്. ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ബംഗാളിന്റെ ദുഃഖം ദാമോദർ. ഓക്കെ, മയൂരാക്ഷി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. മയൂരാക്ഷി എന്ന് പറയുന്ന എന്താണ് ജലവൈദ്യുത പദ്ധതിയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ ടെലിഗ്രാഫ് സംവിധാനം ഇന്ത്യയിൽ നിർത്തലാക്കിയ വർഷം പഠിക്കണം. ടെലിഗ്രാഫ് സംവിധാനം ഇന്ത്യയിൽ നിർത്തലാക്കിയ വർഷം 2013 ആണ് കേട്ടോ. 2013 ടെലിഗ്രാഫ് ഇന്ത്യയിൽ നിർത്തലാക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഗ്രാഫ്, ലിഫ്റ്റ് ഇതെല്ലാം സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ടയിലാണ് കേട്ടോ. കൽക്കട്ടയിലാണ് എന്തൊക്കെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ, ലിഫ്റ്റ്, ടെലിഗ്രാഫ് ഇതെല്ലാം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. ടെലിഫോണ്, ടെലിഗ്രാഫ്, ലിഫ്റ്റ് തുടങ്ങിയവ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത് കൽക്കട്ടയിലാണ്. ഇതിൽ ടെലിഗ്രാഫ് സംവിധാനം ഇന്ത്യയിൽ നിർത്തലായ വർഷം എപ്പോഴാണ്? 2013. ഡേറ്റ് പഠിച്ചിരിക്കുക, ജൂലൈ 15 2013 ജൂലൈ 15 ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത്. അപ്പോൾ ടെലിഗ്രാഫ്, ലിഫ്റ്റ്, ടെലിഫോൺ ഈ സംവിധാനമെല്ലാം സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. ടെലിഗ്രാഫ് സംവിധാനം നിർത്തിയത് 2013 ജൂലൈ 15 ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. യുവഭാരതി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് യുവഭാരതി സ്റ്റേഡിയം. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ദെൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന സ്ഥലം കൊൽക്കത്തയാണ്.
പൊതുസ്ഥലങ്ങളിൽ മലവിസർജനമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? പശ്ചിമ ബംഗാളിലെ നാദിയാണ് പൊതുസ്ഥലങ്ങളിൽ മലവിസർജനമില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത്, നാദിയ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈഡൻ ഗാർഡൻ ആണ്. ഈഡൻ ഗാർഡൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഓക്കെ, ദെൻ ഏഷ്യയിലെ ലോർഡ്സ് എന്ന അറിയപ്പെടുന്ന സ്റ്റേഡിയമാണ് ഈ ഈഡൻ ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യയിൽ എന്താണ് അറിയപ്പെടുന്നത്? ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയമാണ് ഈഡൻ ഗാർഡൻ. അതാണ് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈഡൻ ഗാർഡൻ അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? സൗരവ് ഗാംഗുലി ആണ് കേട്ടോ. സൗരവ് ഗാംഗുലി ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ദാദ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. ദാദ, ബംഗാൾ കടുവ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ IPL ക്രിക്കറ്റിൽ കൊൽക്കത്തയെ പ്രതിനിധീകരിക്കുന്ന ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദർബൻസ് ആണ് കേട്ടോ. സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട്. ഏതാണ്? സുന്ദർബൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊൽക്കത്തയ്ക്കും ധാക്കയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് മൈത്രി എക്സ്പ്രസ്. എന്താണ്? മൈത്രി എക്സ്പ്രസ് ആണ് കൊൽക്കത്തയ്ക്കും ധാക്കയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മൈത്രി എക്സ്പ്രസ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പശ്ചിമ ബംഗാളിലെ കൽക്കരി ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലം അസൻസോൾ ആണ് പശ്ചിമ ബംഗാളിലെ ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതിന് സഹായിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഓക്കെ, നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദുപ്പബ്രി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടൻ, ദുപ്പബ്രി. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ആരുടെ സഹായത്തോടു കൂടി? ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. അത് ഓർത്തിരിക്കുക. ദെൻ ബക്സ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബക്സ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻസ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദെൻ ജൽദപ്പാറ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ബക്സ ടൈഗർ റിസർവ്, സുന്ദർബൻസ് ടൈഗർ റിസർവ്, ജൽദപ്പാറ വന്യജീവി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊൽക്കത്തയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വ്യക്തിയാണ് ആര്? മദർ തെരേസ. ഓക്കെ, കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന് പറയുന്നത്. അപ്പോൾ മദർ തെരേസയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? മദർ തെരേസയാണ് അല്ലേ. അഗതികളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് മദർ തെരേസയാണ്. അഗതികളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് മദർ തെരേസയാണ്. മദർ തെരേസയുടെ യഥാർത്ഥ നാമം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആഗ്നസ് ഗോൺസ, GONXHA, ഗോൺസ ബൊജാക്സു എന്നാണ് കേട്ടോ. BOJAXHIU ആണ്. ഓക്കെ, ആഗ്നസ് ഗോൺസ ബൊജാക്സു എന്നുള്ളതാണ് മദർ തെരേസയുടെ യഥാർത്ഥ നാമം. മദർ തെരേസയുടെ നേതൃത്വത്തിൽ 1950 കൽക്കട്ടയിൽ രൂപം കൊണ്ട പ്രശസ്ത സാമൂഹിക സംഘടനയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന. ആരാണ് നേതൃത്വം കൊടുത്തത്? മദർ തെരേസയാണ് കേട്ടോ. മദർ തെരേസയുടെ നേതൃത്വത്തിൽ 1950 കൊൽക്കട്ടയിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്നത്. മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണ്? 1979 മദർ തെരേസയ്ക്ക് എന്ത് ലഭിക്കുന്നത്? നൊബേൽ ലഭിക്കുന്നത്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ
മദർ തെരേസയെ വിശുദ്ധമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 4-നാണ് മദർ തെരേസയെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചത്. മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് 2016 സെപ്റ്റംബർ 4-നാണ്. മദർ തെരേസയോടുള്ള ആദരസൂചകമായിട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയതും എപ്പോൾ തന്നെയാണ്? 2016 സെപ്റ്റംബർ 4-ന് തന്നെയാണ്. അപ്പൊ മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് 2016 സെപ്റ്റംബർ 4-നാണ്. മദർ തെരേസയോടുള്ള ആദരസൂചകമായിട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയതും എപ്പോഴാണ്? 2016 സെപ്റ്റംബർ 4-ന് തന്നെയാണ്. ഇനി സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ടാഗോർ ആണ് അല്ലെ? ടാഗോർ ആണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ. എപ്പോഴാണ് ലഭിച്ചത്? 1913-ലാണ്. കൃതി ഏതാ? ഗീതാഞ്ജലി ആണ്. ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്കാണ്. ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ച സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. ടാഗോർ ശാന്തിനികേതൻ സ്ഥാപിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദെൻ പശ്ചിമ ബംഗാളിലെ പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? ഡാർജിലിംഗ്, സിഗ്ഗ, സിലിഗുരി. ഓക്കെ, പശ്ചിമ ബംഗാളിലെ പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളാണ് ഡാർജിലിംഗ്, സിഗ്ഗ, സിലിഗുരി എന്നിവ. ഇതില് ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴിയാണ് എന്തെന്ന് പേരിൽ അറിയപ്പെടുന്നത്? ചിക്കൻസ് നെക്ക് എന്നറിയപ്പെടുന്നത് സിലിഗുരി ഇടനാഴിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ മിന്നൽ പിണരുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ് അറിയപ്പെടുന്ന പേരെന്താണ്? മിന്നൽ പിണരുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കൊൽക്കത്തയെക്കുറിച്ച് 1-2 പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്ന നഗരം എവിടെയാ? കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. 1984-ലാണ്. 1984-ലാണ് കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ഇത് ദാമോദർ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല, അതുപോലെ ആദ്യത്തെ ഹോമിയോ കോളേജ്, അതുപോലെ ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം നിലവിൽ വന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെയാണ്? കൽക്കത്തയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല, ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോ കോളേജ്, ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്. ദെൻ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ, ടെലിഗ്രാഫ്, ലിഫ്റ്റ് എന്നീ സംവിധാനം സ്ഥാപിതമായത് കൽക്കട്ടയിലാണ്. ടെലിഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് 2013 ജൂലൈ 15-നാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈനാണ് കൽക്കട്ട ഡയമണ്ട് ഹാർബർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ. 1851-ലാണ് വരുന്നത്. ഓക്കെ, ഇനി വനം പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായത് കൽക്കട്ട ഹൈക്കോടതിയിലാണ് കേട്ടോ. ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? കൽക്കട്ട ഹൈക്കോടതിയിലാണ്. വനം പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായത് കൽക്കട്ട ഹൈക്കോടതിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് IIT നിലവിൽ വന്നത് എവിടെയാണ്? ഖരഗ്പൂർ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് IIT നിലവിൽ വന്നത് ഖരഗ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ്. 1870 കേട്ടോ. 1870 കുൾട്ടിയിലാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പശ്ചിമ ബംഗാളിനെ കുറിച്ച് നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ്. ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത് 1971 ജനുവരി 25-നാണ്. 1971 ജനുവരി 25-നാണ് ഹിമാചൽ പ്രദേശ് രൂപീകൃതമാവുന്നത്. തലസ്ഥാനം എവിടെയാണ്? സിംലയാണ്. സിംല. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം സിംലയാണ്. പ്രധാന ഭാഷകൾ എന്ന് പറയുന്നത് പഹാരി അതുപോലെ ഹിന്ദി. പഹാരി, ഹിന്ദി എന്നീ ഭാഷകളാണ് പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? ലൂഡി അതുപോലെ കായങ്ക, ലൂഡി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ. പ്രധാനപ്പെട്ട നദികളാണ് യമുന, സത്ലജ്, രവി, ബിയാസ്, ചിനാബ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ പ്രധാനപ്പെട്ട നദികളാണ് യമുന, സത്ലജ്, രവി, ബിയാസ്, ചിനാബ് എന്നിവ. ഓക്കെ, ഇനി എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം, ഇന്ത്യയുടെ പഴക്കൂട, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ പ്രഥമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ടെടുപ്പ് നടന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ജില്ലയിലെ ചിനി താലൂക്കിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ നിലവിൽ വന്ന സംസ്ഥാനം. ഹൈടെക് നിയമസഭ അല്ലെങ്കിൽ ഇ വിധാൻ എന്നും ചോദിക്കാം. ഇ വിധാൻ എന്ന് പറയുന്ന ഇത് എന്താണ് നിലവിൽ വന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പം അടുത്തിടെ കേന്ദ്ര ഇ വിധാൻ അക്കാദമി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. കേന്ദ്ര ഇ വിധാൻ അക്കാദമി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ അല്ലെങ്കിൽ ഇ വിധാൻ നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും അത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ ഇ വിധാൻ നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായിട്ട് 2013 പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആരാണ് ആ സ്ഥാനത്ത് എത്തിയത്? ലീല സേഥ് ആണ്. 1991 എത്തുന്നത്. ഓക്കെ, അപ്പം അതും ഓർത്തിരിക്കുക. ഇനി സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കേട്ടോ. സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ SDC നിലവിൽ വന്ന സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. ഓക്കെ, സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ അഥവാ SDC നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ ഖജിയാർ ആണ്. ഖജിയാർ ആണ് എന്തെന്നറിയപ്പെടുന്നത്? മിനി സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, മിനി സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഖജിയാർ ആണ് ഹിമാചൽ പ്രദേശില്. ഹിമാചൽ പ്രദേശിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗദ്ദീസ്, ഗുജ്ജർ, കിനാര. ഗദ്ദീസ്, ഗുജ്ജർ, കിനാര എന്നിവരാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സിംലയാണ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ സിംലയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? സിംലയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ടെലിഫോൺ എക്സ്ചേഞ്ച് നിലവിൽ വന്നത് സിംലയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സിംലയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സിംലയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പരലുപ്പിന് പ്രസിദ്ധമായ ഹിമാചൽ പ്രദേശിലെ സ്ഥലമാണ് മാണ്ഡി കേട്ടോ. മാണ്ഡി എന്ന് പറയുന്നതാണ് പരലുപ്പിന് പ്രസിദ്ധമായ ഹിമാചൽ പ്രദേശിലെ സ്ഥലം. കുന്നിൻ മുകളിലെ വാരണാസി എന്നറിയപ്പെടുന്നത് മാണ്ഡിയാണ്. കുന്നിൻ മുകളിലെ വാരണാസി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മാണ്ഡി എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും അധികം ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ചാന്ദ്വിക് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും ഹിമാചൽ പ്രദേശിലാണ്. സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം സിംലയാണ്. കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം എവിടെയാണ്? സിംലയാണ്. അതും ഓർത്തിരിക്കാം. ദെൻ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ്. ലിറ്റിൽ ലാസ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മശാല എന്ന് പറയുന്നത് ദലൈലാമയുണ്ടല്ലോ, ഇന്ത്യയിൽ ദലൈലാമയുടെ താമസ സ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത്. അപ്പോൾ 1959 ചൈനീസ് ആക്രമണത്തെ തുടർന്ന് ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതിനുശേഷം ദലൈലാമയുടെ ഇന്ത്യയിലെ വാസസ്ഥലമാണ് ധർമ്മശാല എന്ന് പറയുന്നത്. ലിറ്റിൽ ലാസ എന്നാണ് ധർമ്മശാല അറിയപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ് കേട്ടോ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിംലയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ആസ്ഥാനം സിംലയാണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിംലയിലാണ് കേട്ടോ. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാഷ്ട്രപതി നിവാസ് ആദ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് വൈസ്രീഗൽ ലോഡ്ജ് കേട്ടോ. വൈസ്രീഗൽ ലോഡ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാഷ്ട്രപതി നിവാസ് അറിയപ്പെട്ടിരുന്ന പേരാണ് വൈസ്രീഗൽ ലോഡ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ജലസേചന പദ്ധതി ഗിരി ജലസേചന പദ്ധതി കേട്ടോ. ഗിരി ജലസേചന പദ്ധതി, അതുപോലെ മണികിരൺ പ്രോജക്റ്റ്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതിൽ മണികരൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് PYQ ആണ്, അത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗിരി ജലസേചന പദ്ധതി, മണികരൺ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. മണികരൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മണികരൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ
ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റോഹിയ നാഷണൽ പാർക്ക്. 2 പിൻവാലി നാഷണൽ പാർക്ക്. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ്. ഒന്ന് റോഹിയ വന്യജീവി സങ്കേതം, പിൻവാലി നാഷണൽ പാർക്ക്, കലോത്തോഷ് വന്യജീവി സങ്കേതം. റോഹിയ നാഷണൽ പാർക്ക്, പിൻവാലി നാഷണൽ പാർക്ക്, കലോത്തോഷ് വന്യജീവി സങ്കേതം എന്നിവയാണ് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ. ഇനി ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുളുവിലാണ് കേട്ടോ. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കുളു ആണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ്: 1 കുളു, 2 സിംല, 3 ഡൽഹൌസി, 4 മണാലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാചൽ പ്രദേശിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തതേത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കുളു, സിംല, ഡൽഹൌസി, മണാലി. ഇതിൽ കുളു എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. അതുപോലെ കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് സോളനാണ്. സോളൻ എന്ന് പറയുന്ന സ്ഥലമാണ് കുമിൾ നഗരം അഥവാ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ. മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ ഇംഗ്ലീഷും പഠിച്ചിരിക്കുക, മലയാളവും പഠിച്ചിരിക്കുക. കുമിൾ നഗരം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സോളനാണ്. സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോളനിൽ തന്നെയാണ് കേട്ടോ. സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സോളനിലാണ്. കുമിൾ നഗരം അല്ലെങ്കിൽ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സോളനാണ്. ജ്വാലാമുഖി എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം. അതുപോലെ തന്നെ ബക്ര എന്ന് പറയുന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ബക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിമാചൽ പ്രദേശുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒഡീഷയെ കുറിച്ചാണ്. ഒഡീഷ സംസ്ഥാനം രൂപീകൃതമായ വർഷം 1956 നവംബർ 1 അപ്പോൾ 1956 നവംബർ 1 നമ്മളിപ്പോൾ കുറേ സംസ്ഥാനമായി പഠിക്കുന്നു, നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1956 നവംബർ 1 ഒഡീഷ സംസ്ഥാനം രൂപീകൃതമായത്. തലസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ ആണ് തലസ്ഥാനം. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാ? ഒഡിയ, സന്താളി എന്നിവയാണ് പ്രധാനപ്പെട്ട ഭാഷകൾ. പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒഡീസി, ചൗ, ബഹാകവാഡ, ദന്താനദേ. ഇതൊക്കെയാണ് ഒഡീഷയിലെ പ്രധാന നൃത്തരൂപങ്ങൾ. ഒഡീസി, ചൗ, ബഹാകവാഡ, ദന്താനദേ. പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് 1 മഹാനദി, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മഹാനദി, ബ്രാഹ്മിണി, വൈതരണി, ഇന്ദ്രാവതി, സിലരു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നദികൾ. അതിൽ മഹാനദിയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. മഹാനദി, ബ്രാഹ്മിണി, വൈതരണി, ഇന്ദ്രാവതി, സിലരു എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഇനി ഒഡീഷ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് കലിംഗ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ തന്നെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഉത്കലം.
ഉത്കലം. കലിംഗ അഥവാ ഉത്കലം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ഒഡീഷയാണ്. ഒഡീഷ. അപ്പോൾ ഒഡീഷ മുന്നേ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഒറീസ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഒറീസ. അപ്പോൾ ഒറീസയുടെ പേര് ഒഡീഷയിലോട്ട് മാറ്റിയതാണ്. എപ്പോഴാണ് മാറ്റിയത്? 2011 നവംബർ 4-നാണ്. 2011 നവംബർ 4-നാണ് ഒറീസയുടെ പേര് ഒഡീഷയിലോട്ട് മാറ്റിയത്. ഒറീസയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഹാശിവ ഗുപ്ത യയാതിയുടെ ഭരണകാലഘട്ടമാണ്. ഓക്കെ, ഹാശിവ ഗുപ്ത യയാതിയുടെ ഭരണകാലഘട്ടമാണ് ഒറീസയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഗോപബന്ധു ദാസ്. ഗോപബന്ധു ദാസ് ആണ് ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് കർത്തവ്യബോധിനി സമിതി. കർത്തവ്യബോധിനി സമിതി എന്ന് പറയുന്ന സംഘടന രൂപം കൊടുത്തത് ഗോപബന്ധു ദാസ് ആണ്. ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. അപ്പോൾ ഒഡീഷയുടെ പ്രധാനപ്പെട്ട ഭാഷയാണ് ഒഡിയ എന്ന് പറഞ്ഞു. ഈ ഒഡിയ എന്ന് പറയുന്ന ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എപ്പോഴാണ്? 2014-ലാണ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന 6ാമത്തെ ഭാഷയാണ്, 6th ലാംഗ്വേജ് ആണ് ഒഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന 6ാമത്തെ ഭാഷയാണ് ഒഡിയ. ഒഡിയയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എത്രയാണ്? 2014-ലാണ് ലഭിക്കുന്നത്. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും അധികം മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും അധികം മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങളാണ് കട്ടക്കും ഭുവനേശ്വരും. ഭുവനേശ്വർ. ഓക്കെ, അപ്പൊ കട്ടക്കും ഭുവനേശ്വറുമാണ് എവിടത്തെ ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കട്ടക്ക് അതുപോലെ തന്നെ ഭുവനേശ്വർ ആണ്. അപ്പൊ അതിൽ കട്ടക്കിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഭുവനേശ്വറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഭുവനേശ്വറിനെ കുറിച്ച് നോക്കാം. ഭുവനേശ്വർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. അതുപോലെ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ബിജു പട്നായിക് എന്ന് പറയുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. വിമാനത്താവളങ്ങൾ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ബിജു പട്നായിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭുവനേശ്വറുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കുക. ഇന്ത്യയിൽ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ്. ബിജു പട്നായിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറിലാണ്. ഓക്കെ, ഇനി അടുത്തത് കട്ടക്കിനെ കുറിച്ച് പറയുമ്പോൾ ഏത് നദിയുടെ തീരത്താണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് PYQ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്കിലാണ്. ദെൻ ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കട്ടക്കാണ്. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് റൂർക്കേലയാണ് കേട്ടോ. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് റൂർക്കേല. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കട്ടക്കാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. സെൻട്രൽ റൈസ് റിസർച്ച്
ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കട്ടക്കിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളാണ്: ഒന്ന് ബരാബതി സ്റ്റേഡിയം, രണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം കേട്ടോ, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കട്ടക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കട്ടക്കിനെ കുറിച്ച് പഠിച്ചത്? ഏത് നദിയുടെ തീരത്താണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കട്ടക്കാണ്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് കട്ടക്ക്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. കട്ടക്കിലെ പ്രധാന സ്റ്റേഡിയങ്ങളാണ് ബരാബതി സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം എന്നിവ. നമ്മൾ പറഞ്ഞു ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനമാണ് റൂർക്കേല, അല്ലെ? റൂർക്കേല എന്ന് പറയുന്നത് ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനമാണ്. ഈ റൂർക്കേല എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എവിടെയാണ്? ഒഡീഷയിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാ? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, റൂഓജ, അല്ലെ? റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്, സഹായിച്ചത് ജർമ്മനി രാജ്യമാണ്, അല്ലെ? അപ്പോൾ റൂഓജ എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ റൂർക്കേല വ്യാവസായിക തലസ്ഥാനം റൂർക്കേലയാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണ ഫാക്ടറി അത് എന്താണ്? ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് സ്ഥാപിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പ്രശസ്തമായിട്ടുള്ള കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറീസയാണ്, ഒറീസ. ഓക്കെ, അപ്പോൾ ഒറീസ എന്നായിരുന്നു ആദ്യത്തെ പേര്, അല്ലേ? അപ്പോൾ BC 261 ഒറീസയിലാണ് കലിംഗ യുദ്ധം. കലിംഗ എന്നറിയപ്പെട്ടിരുന്നത് ഒഡീഷയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കലിംഗ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? നടന്നത് ഒഡീഷയിലാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. നമ്മൾ ആസാമിന്റെ ദുഃഖം, ബംഗാളിന്റെ ദുഃഖം ഒക്കെ പഠിച്ചു, അല്ലെ? ഇനി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്? ഒഡീഷയുടെ ദുഃഖം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ മഹാനദിയിൽ നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഹിരാക്കുഡ് കേട്ടോ, ഇത് PYQ ആണ്. മഹാനദിയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയ, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള അണക്കെട്ടാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. മഹാനദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ ഖനിയുണ്ട്, അതാണ് മയൂർഖഞ്ച്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, മയൂർഖഞ്ച് കേട്ടോ, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒഡീഷയിലെ പ്രധാന സ്വർണ്ണഖനിയാണ് മയൂർഖഞ്ച് എന്ന് പറയുന്നത്. ഇനി ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന 2 വന്യജീവി സങ്കേതങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വന്യജീവി സങ്കേതങ്ങൾ. ഒന്ന് നന്ദൻ കാനൻ എന്ന് പറയുന്ന വന്യജീവി സങ്കേതവും സിംലിപാൽ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന 2 വന്യജീവി സങ്കേതങ്ങളാണ് നന്ദൻ കാനൻ അതുപോലെ സിംലിപാൽ വന്യജീവി സങ്കേതങ്ങൾ. ഇതില് വെള്ളക്കടുവകൾ കാണപ്പെടുന്നത് നന്ദൻ കാനനിലാണ് കേട്ടോ. വെള്ളക്കടുവകൾ കാണപ്പെടുന്നത് നന്ദൻ കാനൻ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ, ഇനി പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ് ഒഡീഷ കേട്ടോ. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. കലിംഗ യുദ്ധം നടന്നത് ഒഡീഷയിലാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ കലിംഗ യുദ്ധം നടന്ന നദീതീരം ഓർത്തിരിക്കണേ, ദയാ നദീതീരത്താണ് എന്ത് നടക്കുന്നത്? കലിംഗ യുദ്ധം നടക്കുന്നത് ദയാ നദീതീരത്താണ്. സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെന്റ് വഴി, ഓക്കെ, ഇ പേയ്മെന്റ് കേട്ടോ, സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെന്റ് വഴി സംവിധാനം വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിന്റെ ആസ്ഥാനം ഭുവനേശ്വർ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിന്റെ ആസ്ഥാനം ഭുവനേശ്വർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 6 നദികളുടെ ദാനം എന്ന പേരിലുള്ള തീരസമതലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 6 നദികളുടെ ദാനം എന്ന പേരിലുള്ള തീരസമതലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ഒഡീഷ സംസ്കാരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? മുക്തേശ്വര ക്ഷേത്രമാണ് കേട്ടോ. മുക്തേശ്വര ക്ഷേത്രം. ഓക്കെ, ഒഡീഷ സംസ്കാരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് മുക്തേശ്വര ക്ഷേത്രം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ഏത്? ചിൽക്ക തടാകം, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. അത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചോദിച്ചു കഴിഞ്ഞാലും ചിൽക്കയാണ്.
ചെമ്മീൻ വളർത്തലുണ്ടല്ലോ, ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമായിട്ടുള്ള തടാകം കൂടിയാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം, ചെമ്മീൻ വളർത്തലിന് പ്രസിദ്ധമായ തടാകമാണ് ചിൽക്ക. ഇനി ഈ ചിൽക്ക എന്ന് പറയുന്ന തടാകം, ഓക്കെ, ഇതെല്ലാം തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് ദ്വീപുകളുണ്ട്. ഹണിമൂൺ ദ്വീപ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, ബോർഡ് ദ്വീപ്. ഇത് 3 ദ്വീപുകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചിൽക്ക തടാകത്തിലാണ്. ഹണിമൂൺ ദ്വീപുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ, ബേർഡ് ദ്വീപുകൾ കേട്ടോ, ബോർഡല്ല ബേർഡാണ്, ബേർഡ് ദ്വീപുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിൽക്കയിലാണ്. ഹണിമൂൺ ദ്വീപുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകൾ, ബേർഡ് ദ്വീപുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിൽക്കയിലാണ്. ഒഡീഷയിലെ മഹാകുണ്ഡ് നദിയിലുള്ള പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് ദുദുമ വെള്ളച്ചാട്ടം. ഏതാണ്? ദുദുമ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ഒഡീഷയിലെ മഹാകുണ്ഡ് നദിയിലുള്ള വെള്ളച്ചാട്ടം. മഹാകുണ്ഡ് നദിയിലുള്ള പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് ദുദുമ വെള്ളച്ചാട്ടം. ഒഡീഷയിലെ പുരിയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം. അപ്പോൾ ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ശങ്കരാചാര്യർ നിർമ്മിച്ച മഠമാണ് കേട്ടോ. ശങ്കരാചാര്യർ നിർമ്മിച്ച മഠമാണ് ഇത്? ഗോവർദ്ധന മഠം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ഒഡീഷയിലെ ക്ഷേത്രം ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കേട്ടോ. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കറുത്ത പഗോഡ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം. ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആരാന്നറിയോ? നരസിംഹദേവനാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണിയിച്ച രാജാവ്. ഗംഗാ രാജവംശത്തിലാണ്. ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തില് ആ ഒരു സൂര്യക്ഷേത്രത്തെ കുറിച്ച് ടാഗോർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ച് നിർവചിച്ചത് ആരാണ്? ടാഗോറാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി രാജാറാണി സംഗീതോത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. രാജാറാണി എന്ന് പറയുന്ന സംഗീതോത്സവം കേട്ടോ. രാജാറാണി എന്ന് പറയുന്ന സംഗീതോത്സവം ആഘോഷിക്കുന്നത് ഒഡീഷയിലാണ്. ദെൻ ടാൽക്കൻ ജലവൈദ്യുത പ്രോജക്റ്റും കൊരാപുട്ട് അലുമിനിയം പ്രോജക്റ്റും ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ടാൽക്കൻ ജലവൈദ്യുത പ്രോജക്റ്റും കൊരാപുട്ട് ജലവൈദ്യുത അലുമിനിയം പ്രോജക്റ്റ് കേട്ടോ. കൊരാപുട്ട് അലുമിനിയം പ്രോജക്റ്റും ടാൽക്കൻ ജലവൈദ്യുത പ്രോജക്റ്റും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ടാൽക്കർ ഹെവി വാട്ടർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ടാൽക്കർ ഹെവി വാട്ടർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് വീലർ ദ്വീപാണ്. ചാന്ദിപ്പൂരിലെ വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം. വീലർ ദ്വീപിന്റെ പുതിയ പേരാണ് അബ്ദുൽ കലാം ദ്വീപ്. അത് ഓർത്തിരിക്കുക കേട്ടോ. വീലർ ദ്വീപിന്റെ പുതിയ പേരെന്താണ്? അബ്ദുൽ കലാം ദ്വീപ് കേട്ടോ. അബ്ദുൽ കലാം ദ്വീപാണ്. ഓക്കെ, വീലർ ദ്വീപിന്റെ പുതിയ പേരാണ് വീലർ ദ്വീപിന്റെ പുതിയ പേരാണ് അബ്ദുൽ കലാം ദ്വീപ് എന്ന് പറയുന്നത്. അടുത്തത് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഒഡീസി. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഒഡീസിയാണ്. ദെൻ ഒഡീഷയുടെ പ്രശസ്ത ഒഡീസി കലാകാരനാണ് കേളു ചരൺ മഹാപാത്രയാണ് ഒഡീസിയുടെ പ്രശസ്ത ഒഡീസി കലാകാരൻ. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി നന്ദിനി സത്പതിയാണ് കേട്ടോ. ഒഡീഷയിലെ നന്ദിനി
സത്പതിയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നന്ദിനി സത്പതി. ഒഡീഷയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദിനി സത്പതിയാണ്. ഓക്കെ, ഒഡീഷയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് നന്ദിനി സത്പതി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി താൽച്ചർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. താൽച്ചർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് പാരദ്വീപ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാരദ്വീപ്, താൽച്ചർ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. താൽച്ചർ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. പാരദ്വീപ് തുറമുഖം എവിടെയാണ്? ഒഡീഷയിലാണ്, ഒഡീഷ. ദെൻ ഗാഹിർമാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും ഒഡീഷയിലാണ് കേട്ടോ. ഗാഹിർമാത വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഗാഹിർമാത മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഒഡീഷയിലാണ്. ഗാഹിർമാത മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒഡീഷയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ടുള്ളത്.